നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ. നവംബർ 20 വേൾഡ് പൈൽസ് ഡേ. പൈൽസ് എന്ന് പറയുന്നത് മിക്കവാറും ആളുകൾക്ക് കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കും. മൂലക്കുരു, അർഷസ്, പൈൽസ്, ഹെമറോയിഡ്സ് ഒക്കെ ഇതിന് പറയും. പലരും നാണക്കേട് കാരണവും ഡോക്ടറെ കാണാനുള്ള മടി കാരണവും ഇത്തരം രോഗങ്ങൾ മറച്ചു വെക്കാറാണ് പതിവ്. ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ ആകുമ്പോഴാണ് പലരും ഡോക്ടറെ സമീപിക്കുക. നേരത്തെ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശസ്ത്രക്രിയയില്ലാതെ ഈ രോഗത്തെ മാറ്റാൻ പറ്റും. ഈ പൈൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള റെക്ടൽ വെയിൻസ് അത് തടിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അത് ഈ ചെറുതായിട്ട് പൊട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡയലേറ്റഡ് വെയിൻസിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. ആദ്യത്തെ 1-2 അവസ്ഥയിലൊക്കെ ബ്ലീഡിങ് മലത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞിട്ടോ മലം പോകുന്നതിന് മുന്നേ ഒക്കെ ബ്ലഡ് പോകുന്ന അവസ്ഥ. പിന്നെ മലദ്വാരത്തിൻ്റെ അവിടെ തടിപ്പ് പോലെ കണ്ടുവരിക, എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയും. പുറത്ത് തടിപ്പ്, ഉള്ളിൽ നിന്ന് തടിപ്പ്, മലം പോകുന്ന സമയത്ത് പുറത്ത് വരുന്നതിന് ഇന്റേണൽ പൈൽസ് എന്ന് പറയും. 4 സ്റ്റേജിലാണ് പൈൽസ് ഉണ്ടാകുന്നത്. ആദ്യത്തെ 1ാമത്തെ സ്റ്റേജിലാണ് അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ബ്ലീഡിംഗ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, തടിപ്പ് പോലെയൊന്നും ഉണ്ടാവില്ല. 2ാമത്തെ അവസ്ഥയിൽ മലം പോകുന്ന സമയത്ത് മലദ്വാരത്തിന്റെ ഉള്ളിൽ നിന്നും തടിപ്പ് പുറത്തേക്ക് പോകും, തനിയെ തന്നെ അത് മലം പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോകും. 3ാമത്തെ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ കൈവച്ച് ഉള്ളിലോട്ട് കയറ്റണം. 4ാമത്തെ അവസ്ഥയിൽ ഇത് മലദ്വാരത്തിന്റെ പുറത്ത് വന്നാൽ അവിടെ തന്നെ നിൽക്കും. അത് നല്ല വേദനയും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടാറുണ്ട്. ഉള്ളിൽ നിന്ന് സ്രാവം പോലെ, സെക്രീഷൻസ് പോലെ ഉണ്ടാവാറുണ്ട്. പൊതുവെ ഈ 3-4 സ്റ്റേജൊക്കെ ആകുമ്പോഴായിരിക്കും ഡോക്ടറെ കാണാൻ പേഷ്യൻസ് എത്തുന്നത്. അപ്പോൾ തന്നെ ഈ രോഗത്തിന്റെ സ്വഭാവം മാറിയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം? നമ്മൾ പൊതുവെ ഗ്യാസ് ഉണ്ടാകുന്നതും മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ഇലക്കറികളും പച്ചക്കറികളും ധാരാളം കഴിക്കുക, ഫൈബർ കണ്ടന്റുള്ള ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ തന്നെ മോഷൻ സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. ചില ആളുകളുടെ പാരമ്പര്യമായിട്ട് പൈൽസിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പൊതുവേ നമ്മുടെ ആഹാരത്തിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് പലർക്കും പൈൽസ് കാണുന്നത്. പൊതുവെ സ്പൈസി ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ മലബന്ധം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് പൈൽസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മാത്രമല്ല കൂടുതൽ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം രോഗങ്ങൾ കാണാറുണ്ട്. പിന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ വയറിലെ പ്രഷർ കൂടുന്ന സമയത്തൊക്കെ പൈൽസ് വരാറുണ്ട്. പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ പൈൽസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം രോഗങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക. സ്വയം ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കുക. പലരും കടകളിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചൊക്കെ കഴിക്കുന്നത്, അത്തരം പ്രവണതകളെ ഒഴിവാക്കുക. ആയുർവേദത്തിൽ പൈൽസിന് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ശല്യതന്ത്ര വിഭാഗത്തിലെ ഡോക്ടർമാർ ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഉള്ളിലോട്ട് മരുന്നുകൾ കൊടുക്കുക, അതുപോലെ സ്വിറ്റ്സ് ബാത്ത്, പ്രത്യേകം തയ്യാറാക്കിയ കഷായത്തിൽ വെള്ളത്തിലിരിക്കുക, അതുപോലെ ക്ഷാരകർമ്മം എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതായത് ഈ ഒരു പൈൽസിനെ കരിയിച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ക്ഷാരസൂത്ര തെറാപ്പികളുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചികിത്സകൾ. ആദ്യത്തെ 1-2 അവസ്ഥയിലൊക്കെ നമുക്ക് ഉള്ളിലോട്ട് മരുന്ന് കൊടുക്കുകയും അതുപോലെ ഉള്ളിലേക്ക് മരുന്ന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് വ്യത്യാസം വരും. നമ്മുടെ ആഹാരത്തിലുള്ള രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തുമ്പോൾ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള, പ്രത്യേകിച്ച് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിംറ്റംസ് മാത്രം പറഞ്ഞ് നമ്മൾ മരുന്ന് വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് ഒരു സർജൻ്റെ അടുത്തോ അല്ലെങ്കിൽ ശല്യതന്ത്ര വിഭാഗത്തിലെ ഡോക്ടറെയും കണ്ടിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം, പൈൽസ് ആണോ അല്ല ഫിസ്റ്റുലയാണോ ഫിഷറാണോ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മരുന്നുകൾ കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരുപാട് ഹെൽത്ത് ടിപ്പുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.